ഏർവാടി വീരശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി വിശ്വപ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രം. പൗരാണിക ചരിത്രത്തിലെ പവിത്രമാണിക്യപട്ടണം. സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷ തങ്ങൾ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പുണ്യനിർദ്ദേശമനുസരിച്ച് ഏർവാടിയിലെത്തിയ മഹാപുരുഷൻ തന്റെ ദൗത്യനിർവഹണത്തിനുശേഷം ആ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. തൗഹീദിന്റെ ദിവ്യ വെളിച്ചവുമായി വന്നു. മനുഷ്യ മനസ്സുകളിൽ തൗഹീദിന്റെ വെളിച്ചം പരത്തി ഒരു പുരുഷായുസ് മുഴുവൻ ആശ്രമത്തിൽ മുഴുകി വീരശുഹദാക്കളുടെ നേതാവായിത്തീർന്നു. ഇന്ത്യൻ മുസൽമാൻ ആ മഹാനെ അറിയണം, ആ പാദങ്ങൾ നടന്നുപോയ മണ്ണിനെ അറിയണം, ആ പാദമുദ്രകൾ പിന്തുടരണം. അങ്ങനെ സൗഭാഗ്യവാനായിത്തീരണം. അപ്പോൾ നാം നന്ദിയുള്ളവരായിത്തീരുകയും ചെയ്യും. ലോകാനുഗ്രഹീയായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദീനിന്റെ പ്രചാരണത്തിനായി ഒരു മഹാനെ ഇന്ത്യയിലേക്ക് അയക്കുക, നിബിതങ്ങളുടെ പ്രതിനിധി ഇന്ത്യയിലെത്തുക, ഒരു പുരുഷായുസ് മുഴുവൻ ത്യാഗപൂർണമായ സേവനം നടത്തുക, ഈ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുക. ആ മഹാനെ അറിയാത്തവരായി ഇന്ത്യൻ മുസൽമാന് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെയാവാൻ പറ്റില്ല. ആ മഹാനെ അടുത്തറിയണം, അറിഞ്ഞവർ അറിയാത്തവർക്ക് പറഞ്ഞുകൊടുക്കണം. അനുഗ്രഹീത ദാസന്മാരുടെ ദൗത്യം അതാണ്. ചരിത്രത്തിന്റെ താളുകൾ തേടി നമുക്ക് മദീനയിലേക്ക് പോവാം. നിബിതങ്ങളുടെ വഫാത്തിനുശേഷം 500 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. 5 നൂറ്റാണ്ടുകൾ, അതൊരു നീണ്ട കാലഘട്ടമാണ്. മുസ്ലിം ലോകത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മുസ്ലിം ലോകത്തിന് ഒറ്റൊരു നേതൃത്വം എന്ന നിലയൊക്കെ മാറിപ്പോയിരിക്കുന്നു. അനേക രാജ്യങ്ങൾ, ധാരാളം ഭരണാധികാരികൾ, ഓരോ ഭരണാധികാരിക്കും സൈന്യവും കൊട്ടാരവും അധികാരചിഹ്നങ്ങൾ പേർന്ന രാജാക്കന്മാർ, കിടമത്സരങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു. അതിനിടയിലൂടെ ഇസ്ലാമിക പ്രചാരണവും നടക്കുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങൾ ഉയർന്നുവരുന്നു. ഇസ്ലാം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വ്യാപിക്കുന്നു. അക്കാലത്തു മദീനയും പരിസര പ്രദേശങ്ങളും ഭരിച്ചിരുന്ന ഗവർണർ വളരെ പ്രസിദ്ധനായിരുന്നു സയ്യിദ് അബ്ദുൽ ഗഫൂർ. ആത്മീയ പുരുഷനായ ഭരണാധികാരി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മീയതയുടെ വെളിച്ചമുണ്ട്. അഴിമതിയില്ലാത്ത സൽഭരണം. ജനങ്ങൾ അദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെട്ടു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കാലം. ഇദ്ദേഹത്തിന്റെ പുത്രൻ കൂടുതൽ പ്രസിദ്ധനായിത്തീർന്നു. സയ്യിദ് അഹമ്മദ് പണ്ഡിതനായ നേതാവ്, ജനങ്ങളുടെ പ്രിയങ്കരനായ ഭരണാധികാരി. നബിതങ്ങളുടെ 17ാം പേരക്കുട്ടി, മദീനയിലെ മറ്റൊരു പുണ്യപുരുഷന്റെ ഓമന മകളാണ് സയ്യിദത്ത് ഫാത്തിമ. ബുദ്ധിമതിയും പണ്ഡിതയുമായ ചെറുപ്പക്കാരി. ഇൽമിലും ഇബാദത്തിലും മുന്നിൽ നിന്നിരുന്ന ഈ ചെറുപ്പക്കാരിയെ സയ്യിദ് അഹ്മദ് വിവാഹം ചെയ്തു. സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ദാമ്പത്യജീവിതം. ഈ ദമ്പതികൾക്കൊരു ഓമനപുത്രൻ ജനിച്ചു. ഹിജ്റ 530 പുണ്യറമളാനിലെ 3-ാം നാൾ അന്നാണ് സയ്യിദത്ത് ഫാത്തിമ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. ഈ കുഞ്ഞാണ് ചരിത്രപുരുഷനായിത്തീർന്ന സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷ തങ്ങൾ. കാണാനഴകുള്ള കുഞ്ഞ്, അത്തൂബൈത്തുലിലെ പുണ്യതാരം. സ്നേഹവാത്സല്യങ്ങളുടെ സാഗരത്തിൽ നീന്തിത്തുടിച്ചാണ് കുഞ്ഞ് വളരുന്നത്. ആരോഗ്യവും ബുദ്ധിശക്തിയുമുള്ള കുട്ടിവീട്ടിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷം. ആ അന്തരീക്ഷം കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചു. ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യ വിദ്യാലയം. സയ്യിദത്ത് ഫാത്തിമയുടെ മടിത്തട്ട് ഉന്നത നിലവാരമുള്ള വിദ്യാലയമായിരുന്നു. ഉമ്മ പണ്ഡിത വനിതയാണ്. കുഞ്ഞിന് നൽകുന്ന വാത്സല്യവും പരിചരണവും ലാളനയുമെല്ലാം സ്വാലിഹായ അമലാണെന്ന് ഉമ്മക്കറിയാം. കുഞ്ഞിന്റെ ഇളം കവിളിൽ ചാർത്തുന്ന മുത്തം സൽക്കർമ്മമാണ്. പൊന്നുമോൻ മുലപ്പാൽ കുടിക്കുമ്പോൾ ഓരോ തുള്ളിപ്പാലിന്റെയും കണക്കനുസരിച്ച് അല്ലാഹു തന്റെ പാപങ്ങൾ പൊറുക്കുകയും നന്മകൾ വർദ്ധിപ്പിച്ചു തരും. അതൊക്കെ ഓർക്കുമ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. അതെല്ലാം കുഞ്ഞിന് കിട്ടിയ സൗഭാഗ്യം. കുഞ്ഞിന് ആരോഗ്യമുള്ള മനസ്സും ശരീരവും കിട്ടി. ഉമ്മയിൽ നിന്നാണ് കുട്ടി പഠിക്കുന്നത്. കേട്ടു മനസ്സിലാക്കാൻ പ്രായമായപ്പോൾ ഉമ്മ മോന് ഇമ്പമുള്ള കഥകൾ പറഞ്ഞുകൊടുത്തു. മുത്തുനബിയുടെ കഥകൾ. ഓരോ കഥയും കുഞ്ഞു മനസ്സിലേക്കിറങ്ങിച്ചെന്നു. നബിതങ്ങളുടെ രൂപം, സ്വഭാവം, സംസാരം എല്ലാം ഉമ്മമോന്റെ മനസ്സിൽ രൂപപ്പെടുത്തുകയാണ്. ഒരിക്കലും മറക്കാത്ത രൂപം. പിന്നെയും പിന്നെയും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. നബിതങ്ങളുടെ പുന്നാരമോൾ ഫാത്തിമ. ആ മോളുടെ എത്രയെത്ര കഥകൾ. ആ മോളുടെ പുത്രൻ ഇമാം ഹുസൈൻ കഥ കേൾക്കുമ്പോൾ ഹുസൈൻ എന്ന മോനെ കൺമുമ്പിൽ കാണുമ്പോലെ തോന്നും. ഇമാം ഹുസൈന്റെ സന്താന പരമ്പരയിലാണ് ഈ മോൻ ജനിച്ചത്. ഉമ്മക്ക് പരമ്പര നന്നായറിയാം. പരമ്പരയിലെ മഹാന്മാരുടെ ചരിത്രവുമറിയാം. ഉപ്പയെ കാണാൻ ധാരാളം സന്ദർശകരെത്തും. ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ, സാദാത്തുങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭരണാധികാരികൾ, വ്യാപാരികൾ, യാത്രക്കാർ, സാധാരണക്കാർ. ബാല്യദശയിലെത്തിയ ഇബ്രാഹിം അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കും. എന്തെല്ലാം വിഷയങ്ങൾ, ഏതെല്ലാം കൈവഴികളിലൂടെ ഒഴുകിപ്പോകുന്ന ചർച്ചകൾ. കൊച്ചുമനസ്സിൽ ലോകവിവരങ്ങൾ വന്നു ചേരുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചതൊന്നും മറക്കില്ല, എല്ലാം മനപ്പാഠം. വയസ്സ് 13. വിശുദ്ധ ഖുർആൻ ഓതിത്തീർത്തു. അറബിയല്ലേ മാതൃഭാഷ. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്. വിശദീകരിച്ചു കൊടുക്കാൻ ഉമ്മയുണ്ട്.
അടുത്ത ബന്ധുക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്. മസ്ജിദുന്നബവി പ്രവാചകരുടെ മസ്ജിദ് ഇബ്രാഹിമിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ദിവ്യഭവനം മഹത്തായ റൗള ഷെരീഫ്. ആദരവായ റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്നതിവിടെയാണ്. റസൂലുള്ളാഹി റൗള ഷെരീഫിൽ അന്ത്യവിശ്രമം തുടങ്ങിയിട്ട് 5 നൂറ്റാണ്ടുകൾ കടന്നുപോയിരിക്കുന്നു. നബിതങ്ങൾ കൺമുമ്പിൽ നിന്ന് മറഞ്ഞതേയുള്ളൂ. ഇവിടെ തന്നെയുണ്ട്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണും, സന്തോഷിക്കും, സലാം ചൊല്ലിയാൽ മടക്കും. അങ്ങനെയാണ് ഉമ്മ പറഞ്ഞുകൊടുത്തത്. ഇബ്രാഹിം ധാരാളം സ്വലാത്തു ചൊല്ലും. കൂടുതൽ സ്വലാത്തു ചൊല്ലുന്നവരെ നബിതങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ആ ഇഷ്ടം കിട്ടണം, അതിനുവേണ്ടിയാണ് മോൻ ധാരാളം സ്വലാത്തു ചൊല്ലുന്നത്. വീട്ടിൽ എല്ലാവരും സ്വലാത്തു ചൊല്ലും. ആണുങ്ങളും പെണ്ണുങ്ങളും സ്വലാത്ത് വർദ്ധിപ്പിച്ചു. നബിതങ്ങളുടെ സാമീപ്യം നേടാൻ ശ്രമിക്കുകയാണ് മോനും. ആ ശ്രമത്തിൽ തന്നെയാണ്. ലോകത്ത് എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവരെല്ലാം റൗള ഷെരീഫിനെ ഓർക്കും. ഒരുവിധം കഴിവുള്ളവരെല്ലാം റൗള ഷെരീഫിൽ വരും. ഈജിപ്ത്, ഇറാഖ്, സിറിയ, പലസ്തീൻ, തുർക്കി, ആഫ്രിക്ക, മൊറോക്കോ, യൂറോപ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ രാജ്യങ്ങൾ, അവിടെ നിന്നെല്ലാം മദീനയിൽ സത്യവിശ്വാസികൾ എത്തിച്ചേരും. ഇത് കിഴക്കും പടിഞ്ഞാറും ഒഴുകിച്ചേരുന്ന സംഗമസ്ഥലമാണ്. ഇവിടെയെത്തുന്ന പ്രമുഖന്മാർ മദീന ഗവർണറെ കാണാൻ വരും. തന്റെ വന്യപിതാവാണ് ഗവർണർ. പിതാവ് പ്രമുഖന്മാരെ സൽക്കരിക്കും. ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. തന്റെ വീട് അങ്ങനെയുള്ള എത്രയെത്ര ചർച്ചകൾക്ക് വേദിയായിരിക്കുന്നു. ലോകത്തെവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാലും അത് മദീനയിൽ ചർച്ചയാവും. പെട്ടെന്ന് തീരുമാനമുണ്ടാവും. സഹായസേനകളെ അയക്കും. പ്രബല മുസ്ലിം രാഷ്ട്രങ്ങളോട് ദുർബല രാഷ്ട്രങ്ങളെ സഹായിക്കാൻ മദീനയിൽ ചേരുന്ന ഉച്ചകോടികൾ ആവശ്യപ്പെടും. ഇബ്രാഹിം അങ്ങനെയുള്ള എത്രയെത്ര രംഗങ്ങൾ കണ്ടു. അതെല്ലാം കണ്ട് തന്റെ മനസ്സ് വളർന്നു. ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായ മനസ്സ്. മദീന പുണ്യനഗരത്തിലെത്തുന്നവർ ഏതെല്ലാം ഭാഷകൾ സംസാരിക്കുന്നു. വർണ്ണവൈവിധ്യമുള്ളവർ. വേഷവിധാനത്തിലും വൈവിധ്യം. ആഹാരരീതിയിലും വ്യത്യാസം. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകൾ. അടിമകൾ തിരുനബിയെ തേടിവരുന്നു. റൗള ഷെരീഫിൽ അവർ ഒന്നിച്ചു ചേരുന്നു. വിശുദ്ധ മനസ്കരുടെ സംഗമം. വിശുദ്ധനായ ഇബ്രാഹിം അത് കണ്ടു വളർന്നു. ബാദ്ഷ മതഗ്രന്ഥങ്ങൾ ഓതിപ്പഠിക്കാൻ തുടങ്ങി. ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ വളരെ വേഗത്തിലാണ് ഓതിപ്പഠിക്കുന്നത്. ഉസ്താദുമാരുടെ പ്രശംസ പിടിച്ചുപറ്റി. വിശ്വസ്തപരവും കർമ്മപരവുമായ കാര്യങ്ങൾ പഠിച്ചു. ചരിത്രം പഠിച്ചു. തസവൂഫിൽ വിശാലമായ പഠനം നടത്തി. വിജ്ഞാനത്തിന്റെ മറ്റു ശാഖകളിലും അവഗാഹം നേടി. ഷെയ്ഖിന്റെ തർബിയത്തിൽ വളർന്നു. വളരെ നേരം മസ്ജിദുന്നബവിയിലിരിക്കും. കണ്ണുകളുടെയും കൽബ് തുറക്കും. മുറാഖബ ആത്മീയതയുടെ ഉന്നത പദവി പ്രാപിക്കുകയാണ്. ഉമ്മയുടെ സാമീപ്യം, ഉമ്മയുടെ ഉപദേശം തന്റെ ജീവിതപാതയിൽ വെളിച്ചം വിതറുന്നു. ഈമാനിനെയും പ്രാണാശക്തിയുമെല്ലാം. പാതയിൽ വെളിച്ചം വിതറുന്ന ദീപമാണ് ഉമ്മ. എല്ലാ പുരോഗതിക്കും ഉമ്മ പ്രചോദനമായി പ്രിയപുത്രന്റെ വളർച്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കൽബ് തുറന്നുള്ള പ്രാർത്ഥന. പുത്രന് വയസ്സ് 25. നബിതങ്ങൾ 25 വയസ്സുള്ളപ്പോൾ വിവാഹിതനായി. തന്റെ മകനും ഈ പ്രായത്തിൽ വിവാഹിതനാവണം ഉമ്മയുടെ മോഹം. ആ മോഹം ഭർത്താവിനെ അറിയിച്ചു. മകനിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയതും അക്കാലത്ത് തന്നെയായിരുന്നു. ഒരാൾ ചെറുപ്പക്കാരനായ ഇബ്രാഹിമിനെ കുറച്ചുനാൾ മുമ്പ് സമീപിച്ചിരുന്നു. ഒരു വിവാഹാലോചനയുമായി അക്കാര്യം ഉപ്പ പരിഗണിച്ചു. ആ വഴിയെ അന്വേഷണമായി. ആത്മീയതയും സാമ്പത്തികമായും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പാത്രപ്രമുഖന്റെ മകൾക്കുവേണ്ടിയാണ് ആലോചന വന്നത്. സയ്യിദ് ഇബ്രാഹിമിന്റെ പണ്ഡിത്യവും ആത്മീയ നിലവാരവും പാത്രപ്രമുഖന്റെ മകളെ ആകർഷിച്ചു. ചെറുപ്പക്കാരിയുടെ പേര് സൈനബ. പിൽക്കാല ചരിത്രത്തിൽ അവർ അലി ഫാത്തിമ എന്നറിയപ്പെട്ടു. വിവാഹാലോചന സജീവമായി. കാരണവന്മാർ ഇടപെട്ടു. വിവാഹം നിശ്ചയിച്ചു. പ്രതിശ്രുത വധുവിനെ ഉമ്മക്ക് ഇഷ്ടമായോ എന്ന് മാത്രമേ സയ്യിദ് ഇബ്രാഹിമിന് അറിയേണ്ടതുള്ളൂ. ഉമ്മ പറഞ്ഞാൽ താൻ സമ്മതിക്കും. ഉമ്മയ്ക്ക് ഇഷ്ടമായി, പൊരുത്തമായി. കാരണവന്മാർ കല്യാണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീയതി നിശ്ചയിച്ചു. വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു. ഭക്തിനിർഭരമായ സദസ്സൊരുക്കി. നിക്കാഹ് നടന്നു. വലിയ സംഖ്യ മഹർ നൽകി. വിഭവസമൃദ്ധമായ സദ്യവിളമ്പി. ബുദ്ധികൂർമ്മതയും പണ്ഡിത്യവും ഇഴുകിച്ചേർന്ന സുന്ദരിയായ സൈനബ സയ്യിദ് ഇബ്രാഹിമിന്റെ ഭാര്യയായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ദാമ്പത്യജീവിതം. ഉമ്മയും മരുമകളും. അവരുടെ ആത്മീയ ലോകം. ഉമ്മ മരുമകൾക്ക് മാതൃകയായിരുന്നു. കുടുംബസംരക്ഷണം, ഭർത്താവിന്റെ പരിചരണം, ബന്ധുക്കളോടുള്ള സ്നേഹം തുടങ്ങിയ കാര്യങ്ങൾ ഉമ്മയിൽ നിന്ന് പഠിച്ചു. ഹിജ്റ 555 സയ്യിദ് ഇബ്രാഹിമും അലി ഫാത്തിമ എന്ന സൈനബയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഏറെ കഴിയും മുമ്പേ അലി ഫാത്തിമ ഗർഭിണിയായി. കുടുംബാംഗങ്ങൾക്കെല്ലാം അതൊരു സന്തോഷവാർത്തയായിരുന്നു. ധാരാളം ബന്ധുക്കൾ ഗർഭിണിയെ കാണാൻ വന്നുകൊണ്ടിരുന്നു. ഉമ്മ മരുമകൾക്ക് സന്ദർഭോചിതമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഗർഭം ചുമക്കുന്നത് സൽക്കർമ്മമാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. മരുമകൾ ഉമ്മയുടെ ഉപദേശമനുസരിച്ചു ജീവിച്ചു. ആദ്യത്തെ കൺമണി ആൺകുഞ്ഞായിരുന്നു. സയ്യിദ് ഇബ്രാഹിമിന് പുത്രൻ പിറന്നു. നാട്ടിൽ നല്ല വാർത്തയായി. കുഞ്ഞിന് പേരിട്ടു അബൂതാഹിർ. പിൽക്കാല ചരിത്രത്തിൽ വീരനായകനായി വളർന്നുവന്ന അബൂതാഹിർ.
സയ്യിദ് ഇബ്രാഹിം വളരെ ചെറുപ്പത്തിൽ തന്നെ കുതിരസവാരി അഭ്യസിച്ചു ആയുധ പരിശീലനവും നേടി നല്ല കായികാഭ്യാസിയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങളും കുതിരസവാരിയും കായിക പരിശീലനവും നേടാറുണ്ട്. പിൽക്കാല ചരിത്രത്തിൽ സയ്യിദ് ഇബ്രാഹിമിന്റെ ഉമ്മയും ഭാര്യയും ആയിരക്കണക്കിന് കിലോമീറ്റർ കുതിര സവാരി ചെയ്തതായും ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതായും മനസ്സിലാവുന്നുണ്ട്. സ്വഹാബി വനിതകളിൽ ചിലർ ശത്രുക്കൾക്കെതിരെ പടപൊരുതിയിട്ടുണ്ട്. പിൽക്കാലത്തും വീരവനിതകൾ പടക്കളത്തിലിറങ്ങിയിട്ടുണ്ട്. ആത്മീയതയും പണ്ഡിത്യവും യുദ്ധപാഠവും ഭരണനൈപുണ്യവുമെല്ലാം ഒത്തിണങ്ങിയതായിരുന്നു അവരുടെ ജീവിതം. സയ്യിദ് ഇബ്രാഹിം പതിവുപോലെ മസ്ജിദുന്നബവിയിൽ പ്രവേശിച്ചു. ആരാധനകളിൽ മുഴുകി പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച രാവ് സയ്യിദ് ഇബ്രാഹിം മുറാക്കബയിലിരുന്നു. ബാഹ്യനയനങ്ങൾ അടഞ്ഞു, അകക്കണ്ണു തുറന്നു. ആത്മീയ ലോകത്തിന്റെ അജണ്ടകൾ തെളിയുന്നു. ദിവ്യപ്രകാശം തെളിയുന്നു. ഇതുപോലൊരു പ്രകാശം മുമ്പ് കണ്ടിട്ടില്ല. അത് നീണ്ടിവരുന്നു. തന്റെ നേരെ പ്രകാശത്തിന്റെ ഒരാൾ രൂപമാരാണത്? ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ. സയ്യിദ് ഇബ്രാഹിം ആദരവോടെ സലാം ചൊല്ലി. നബിതങ്ങൾ സലാം മടക്കി വാത്സല്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട മകനെ, ഇസ്ലാമിന്റെ സന്ദേശമെത്താത്ത വലിയൊരു ജനവിഭാഗമുണ്ട് ഇന്ത്യയിൽ. ഇസ്ലാമിന്റെ വെളിച്ചവുമായി സിന്ധിലേക്ക് പുറപ്പെടുക. അല്ലാഹു നിങ്ങളുടെ ദൗത്യം വിജയിപ്പിച്ചു തരും. തേനൂറും പോലുള്ള വാക്കുകൾ മനസ്സ് കുളിരണിഞ്ഞു. ഭംഗിയുള്ള ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന സമയം ഏറെ വൈകി. ഇനി അവർക്ക് തങ്ങൾ മൂർച്ചയുള്ള വാൾ നൽകി. മനോഹരമായ കിരീടം നബിതങ്ങൾ സയ്യിദ് ഇബ്രാഹിമിന്റെ ശിരസിൽ വെച്ചുകൊടുത്തു. പതുക്കെ ആ പ്രകാശം അകന്നുപോയി നബിതങ്ങൾ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു. വല്ലാത്തൊരു ആത്മീയ അനുഭവം. വാളും കിരീടവും അധികാര ചിഹ്നങ്ങളാണവ. അവ തനിക്കണിയിക്കപ്പെട്ടിരിക്കുന്നു. താൻ ബാദ്ഷയായിരിക്കുന്നു. നബിതങ്ങളാണ് തന്നെ ബാദ്ഷയാക്കിയത്. മഹത്തായൊരു ദൗത്യമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രകാശം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് അതെത്തിച്ചുകൊടുക്കുക. സാഹസികമായ യജ്ഞം തന്നെ. തനിക്ക് ലഭിച്ച ദൗത്യത്തെക്കുറിച്ച് ബന്ധുക്കളോട് സംസാരിച്ചു. ബന്ധുക്കളിൽ നിന്ന് നാട്ടുകാരറിഞ്ഞു. മദീനയിൽ സിയാറത്തിന് വന്ന യാത്രക്കാരറിഞ്ഞു. സിന്ധുപരിചയമുള്ള യാത്രക്കാർ അക്കൂട്ടത്തിലുണ്ട്. അവിടേക്കുള്ള യാത്രാ റൂട്ടിനെക്കുറിച്ച് സംസാരിച്ചു. ഏകാധിപതിയായ രാജാവാണ് ഭരിക്കുന്നത്. താഴ്ന്ന ജാതിക്കാർ പീഡിപ്പിക്കപ്പെടുന്നു. അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. ഭൂമി സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വായുവും വെള്ളവും സസ്യലതാദികളും സൃഷ്ടിച്ചതും അവൻ തന്നെ. ഭൂമിയിൽ മനുഷ്യനെ പടച്ചതും അവൻ തന്നെ. പടച്ചവനെ അറിയാത്ത പടപ്പുകൾ. അതാണ് ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ അവസ്ഥ. അവരുടെ വിമോചനം അനിവാര്യമാണ്. ശക്തന്മാർ ദുർബലരെ അടിമകളാക്കി വയ്ക്കുന്ന ചൂഷണമാണ് നടക്കുന്നത്. അത് നിർത്തണം. ശക്തന്മാരെയും ദുർബലരെയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കണം. ക്ഷണം തുടങ്ങുമ്പോൾ എതിർപ്പുകളുണ്ടാവും. ബലപ്രയോഗങ്ങൾ നടക്കും. പ്രതിരോധം അനിവാര്യമായി വരും. വലിയൊരു സംഘം കൂടെ വേണം. ചെറുപ്പക്കാരും മുതിർന്നവരും മുമ്പോട്ടു വന്നു. സംഘത്തിൽ ചേരാൻ, സിന്ധിലേക്ക് പുറപ്പെടാൻ മറ്റു രാജ്യക്കാരും സന്നദ്ധരായി. നല്ല യുദ്ധപരിശീലനം നേടിയ യോദ്ധാക്കളുടെ സംഘം രൂപം കൊള്ളുകയാണ്. ഈജിപ്ത്, പലസ്തീൻ, യമൻ, മൊറോക്കോ തുടങ്ങിയ പല നാടുകളിൽ നിന്ന് യുദ്ധക്കാർ വന്നുചേർന്നു. 3000-ഓളം വരുന്ന യോദ്ധാക്കൾ. അവർ യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഒട്ടകങ്ങൾ, കഴുതകൾ, കുതിരകൾ, തമ്പടിക്കാനുള്ള സാമഗ്രികൾ, ആഹാരസാധനങ്ങൾ, ഉടുപ്പുകൾ, മരുന്ന്, ആയുധങ്ങൾ, വെള്ളം ശേഖരിക്കാനുള്ള തോൽപാത്രങ്ങൾ, ആഹാരം പാകം ചെയ്യാനുള്ള വലിയ പാത്രങ്ങൾ, വെള്ളം കുടിക്കാനും ആഹാരം വിളമ്പുന്നതിനുമുള്ള ചെറുപാത്രങ്ങൾ. അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ! മസ്ജിദുന്നബവിയിൽ ചെന്നു. ദൂതുയിരുന്നു. സമ്മതം ചോദിച്ചു. യാത്ര പറഞ്ഞു. ചരിത്രസ്മരണകൾ ഉറങ്ങുന്ന മദീന. ഇവിടെ നിന്നാണ് ബദറിലേക്ക് പുറപ്പെട്ടത്. അത് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കാലഘട്ടമായിരുന്നു. അത് ഹിജ്റയുടെ 2-ാം വർഷം. പുണ്യ റമളാൻ മാസം. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ വർഷമായിരുന്നു. സ്വഹാബികൾ നോമ്പ് തുടങ്ങി. ആദ്യത്തെ 10 കഴിയുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. പട്ടിണിയാണെങ്കിലും നോമ്പ് ആവേശകരമായിരുന്നു. ഞെട്ടിക്കുന്ന വാർത്ത വന്നു. മക്കയിൽ നിന്ന് ശത്രുസൈന്യം പുറപ്പെട്ടിരിക്കുന്നു. ബദറിൽ വെച്ചു അവരെ നേരിടണം. മുസ്ലിം സൈന്യം പുറപ്പെട്ടു. 313 പേരാണ് ബദറിൽ. ബദർ യുദ്ധത്തിൽ അത്ഭുത വിജയം നേടി. അന്ന് പടനയിക്കാൻ നബിതങ്ങളുണ്ടായിരുന്നു. ഇന്നും നബി റൗള ഷരീഫിലുണ്ട്. അവിടുത്തെ സമ്മതം വാങ്ങി. ഓരോ യോദ്ധാവിന്റെ മനസ്സിലും ബദറിന്റെ സ്മരണകളുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 500-ൽ പരം വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. എന്നിട്ടും അതിന്റെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്നു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാവറുകളും സംഘവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. മദീനക്കാർ ആവേശപൂർവ്വം അവരെ യാത്രയാക്കി. മലക്കുകളും മരുഭൂമിയും സാക്ഷ്യം വഹിച്ചു. തൗഹീദിന്റെ വെളിച്ചം. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ അവറുകളും അനുയായികളും പുണ്യമക്ക ഷരീഫിൽ എത്തിച്ചേർന്നു. അവരെ ആദരവോടെ സ്വീകരിച്ചു. അവർ കഅബ കണ്ടു. ഉംറ നിർവഹിച്ചു. ദുആ ചെയ്തു. പലരും അവരോടൊപ്പം പുറപ്പെടാൻ സന്നദ്ധരായി. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. ഇനി യാത്ര നേരെ ഇറാഖിലേക്ക്. വിശാലമായ മരുഭൂമിയിലൂടെ ആ സംഘം നീങ്ങി. വളരെ ദൂരം വിജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ചെറിയ ജനവാസ കേന്ദ്രങ്ങൾ കാണാം. അവിടെ വിശ്രമിക്കും. വെള്ളം ശേഖരിക്കും. ആഹാരം കഴിക്കും. മൃഗങ്ങൾക്കും ആഹാരവും വെള്ളവും കിട്ടും.
കുറച്ചുനേരത്തെ വിശ്രമം, പിന്നെയും യാത്ര. ഐശ്വര്യത്തിന്റെ നാടാണ് ഇറാഖ്. ഈത്തപ്പഴവും മുന്തിരിയും ലഭിക്കും. ഓരോ കേന്ദ്രത്തിലും ഹൃദ്യമായ സ്വീകരണം. ഇറാഖ് പിന്നിട്ട് ഇറാനിലെത്തി. സമ്പന്ന രാജ്യമാണ് ഇറാൻ. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷയും സംഘവും ആ രാജ്യത്തുകൂടെ കടന്നുപോയി. സംഘം ബലൂചിസ്ഥാനിലെത്തി നന്നായി വിശ്രമിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചു. നല്ല കഠിനമുണ്ട്. കാലാവസ്ഥ മാറി, ജനങ്ങൾ മാറി, പുതിയ ചുറ്റുപാട്. അതിർത്തി പ്രദേശത്തെ ദുർഘടമായ പാതകളിലൂടെയാണ് യാത്ര. മലമ്പാതകൾ പിന്നിലാക്കി ഇന്ത്യയുടെ മണ്ണിലെത്തി. അഫ്താബ് സിംഗ് എന്ന രാജാവ് ഭരിക്കുന്ന സിന്ധ്. സമൃദ്ധിയുടെ നാടാണ് സിന്ധ്. നന്നായി കൃഷി ചെയ്യും, നല്ല വിളവ് ലഭിക്കും. വ്യാപാര കേന്ദ്രവുമാണ്. അറബി കച്ചവടക്കാർ ഇവിടെ വരാറുണ്ട്. നല്ല കന്നുകാലി സമ്പത്തുണ്ട്. മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാർ. അവരുടെ വിയർപ്പിന്റെ വില അനുഭവിക്കുന്നത് മേൽക്കിടക്കാർ. അഫ്താബ് സിംഗ് സുഖലോലുപനായ രാജാവാണ്. സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുന്നു. പാമ്പും കാറ്റും മറ്റ് ആരാധനാവസ്തുക്കളാണ്. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷ തങ്ങൾ അവരുടെ ജീവിതരീതികൾ കണ്ടു മനസ്സിലാക്കി. പട്ടിണിക്കാരുടെ കൂട്ടത്തിലേക്ക് ചെന്നു. അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞു. അവർക്ക് ആഹാരമുണ്ടാക്കിക്കൊടുത്തു. അനേകം രോഗികൾ അവരെ പരിചരിച്ചു, ചികിത്സിപ്പിച്ചു. മനുഷ്യത്വത്തിന്റെ നിറവ് കാണുകയായിരുന്നു അവർ. ബാദ്ഷയുടെ ചുറ്റും കൂടി പരമകാരുണികനായ അല്ലാഹുവിനെക്കുറിച്ചും ബാദ്ഷ സംസാരിച്ചു. പരിഭാഷകൻ അത് സന്ധിലാക്കി അവരെ കേൾപ്പിച്ചു. ചെറിയൊരു പ്രഭാഷണം. അതവരുടെ മനസ്സിനെ ഇളക്കിമറിച്ചു. മനസ്സിലെ കട്ടപിടിച്ച ഇരുട്ടിലേക്ക് വിജ്ഞാനത്തിന്റെ പ്രകാശരശ്മികൾ കടന്നുചെന്നു. കൂടുതൽ കേൾക്കാൻ മോഹം, കൂടുതലറിയാൻ തിടുക്കം. ബാദ്ഷാവർകൾ തന്റെ കൂടെയുള്ളവരെ പല സംഘങ്ങളാക്കി ഗ്രാമങ്ങളിലേക്കയച്ചു. വാചാലതയുള്ളവർ ഗ്രാമീണരോട് സംസാരിച്ചു. ആയിരക്കണക്കിന് സിന്ധികൾക്കും പരിസരവാസികൾക്കും തൗഹീദിന്റെ പ്രകാശം കിട്ടി. സർവശക്തനായ റബ്ബിനെ അവരറിഞ്ഞു. റബ്ബിന്റെ ദൂതനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ അവർ മനസ്സിലാക്കി. അവർ സത്യസാക്ഷ്യം വഹിച്ചു. ഏകനായ റബ്ബിൽ വിശ്വസിച്ചു. മുഹമ്മദ് അവന്റെ റസൂലാണെന്ന് വിശ്വസിച്ചു. സത്യസാക്ഷ്യം പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. തീവ്രതയുള്ള ഇസ്ലാം പ്രചരിച്ചു. അറബികൾ വളരെ വേഗത്തിൽ സിന്ധിഭാഷ പഠിച്ചു. അതോടെ ആശയവിനിമയം എളുപ്പമായി. ഗ്രാമവാസികൾ നിസ്കരിച്ചു. ചെറിയ മസ്ജിദുകളുണ്ടായി. മതപഠന കേന്ദ്രങ്ങളുണ്ടായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. നാട്ടിലെന്താണ് സംഭവിക്കുന്നതെന്ന് രാജാവിന് പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലായി തുടങ്ങിയപ്പോൾ അദ്ദേഹം രോഷാകുലനായിത്തീർന്നു. അറബികളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. ഒരു ദിവസം ബാദ്ഷയുടെ ക്യാമ്പിലേക്ക് രാജാവിന്റെ ദൂതൻ കടന്നുവന്നു. ഒരു കത്ത് നൽകി. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ബഹുമാന്യനായ ഇബ്രാഹിം ബാദ്ഷ അവർക്ക് സിന്ധ് രാജാവ് അഫ്താബ് സിംഗ് അറിയിക്കുന്നത്: താങ്കളും അനുയായികളും നമ്മുടെ രാജ്യത്ത് വന്ന വിവരം ഞാനറിഞ്ഞു. നിങ്ങൾ പുതിയ മതം പ്രചരിപ്പിക്കുന്നതായും നമ്മുടെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതായും നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരായ ഗ്രാമീണരെ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും നമുക്കെതിരെ തിരിച്ചുവിടുകയും ചെയ്യാനാണ് നിങ്ങളുടെ പദ്ധതിയെന്ന് നാം സംശയിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കില്ല. ഇന്നത്തോടുകൂടി മതപ്രചരണം അവസാനിപ്പിക്കുക. ഈ നാട് വിട്ടുപോവുക. ഈ രാജശാസന അനുസരിച്ചില്ലെങ്കിൽ താങ്കൾക്കും അനുയായികൾക്കും വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടിവരും. ഇതൊരു മുന്നറിയിപ്പാണ്. അനുസരിക്കുക. ബാദ്ഷ അവർകൾ കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി മറുപടി തയ്യാറാക്കാൻ തീരുമാനിച്ചു. രാജാവിനുള്ള മറുപടിക്കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ബഹുമാന്യനായ സിന്ധ് രാജാവ് അഫ്താബ് സിംഗ് അവർക്ക് താങ്കളുടെ കത്ത് കിട്ടി വായിച്ചു. ഉള്ളടക്കം മനസ്സിലാക്കി. ഞങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് താങ്കൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. താങ്കളുടെ പരിഗണനയ്ക്കുവേണ്ടി ചില വസ്തുതകൾ രേഖപ്പെടുത്തട്ടെ. സർവരുടെയും സ്രഷ്ടാവും സംരക്ഷകനും അല്ലാഹുവാകുന്നു. മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. മുഹമ്മദ് നബി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ ഇന്നാട്ടിൽ വന്നത്. ഇന്നാട്ടുകാരെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അല്ലാഹു ഏകനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും മുഹമ്മദ് അവന്റെ ദൂതനാണെന്നും ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. ഈ വിശ്വാസം അവരെ ഉന്നതരാക്കുന്നു. അവർ സ്നേഹസമ്പന്നരും വിശാല മനസ്സുകരുമായിത്തീരുന്നു. എല്ലാ ജീവികളും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു. ഈ വിശ്വാസം കൊണ്ട് നാട്ടിൽ ഭിന്നിപ്പുണ്ടാവില്ല. ഒരു പ്രശ്നവുമുണ്ടാവില്ല. ഭരണാധികാരിയായ താങ്കളെ അനുസരിക്കും. നാടിന്റെ ക്ഷേമത്തിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ധനമോ സ്വാധീനമോ അധികാരമോ ഞങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ അവരെ പടച്ച തമ്പുരാനെ അറിയട്ടെ, അവനെ ആരാധിക്കട്ടെ. ഭീഷണിയും മുന്നറിയിപ്പും ഞങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല. ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. അതുകഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളാം. താങ്കൾക്ക് ക്ഷേമവും സമാധാനവും നേരുന്നു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ. ഈ കത്ത് ദൂതൻ രാജാവിന്റെ കൈകളിലെത്തിച്ചു. രാജാവ് കത്ത് വായിച്ചു. പലതവണ വായിച്ചു. ആശയം മനസ്സിലാക്കി. മനുഷ്യരെ പടച്ച ദൈവം, ആ ദൈവത്തിന്റെ മാർഗ്ഗത്തിലേക്കാണിവർ മനുഷ്യരെ ക്ഷണിക്കുന്നത്. ദൈവത്തെ മാത്രം ആരാധിക്കണം.
മറ്റൊന്നിനെയും ആരാധിക്കില്ല, ദൗത്യം പൂർത്തിയാക്കും, എന്നിട്ട് മടങ്ങിപ്പോവും, അതിനു മുമ്പ് മടങ്ങിപ്പോവില്ല. മുന്നറിയിപ്പും ഭീഷണിയും വിലപ്പോവില്ല. കത്ത് വായിക്കും തോറും രാജാവിന്റെ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരുന്നു. നാടിന്റെ നാനാഭാഗത്തും ചാരന്മാരുണ്ട്, അവർ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. ബാദ്ഷയുടെ പ്രതിനിധി സംഘങ്ങൾ നിരവധി ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജനസേവകരായി അറിയപ്പെടുന്നു. അവരുടെ പ്രഭാഷണം കേൾക്കാൻ നിരവധി ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും അക്കൂട്ടത്തിലുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടെ എല്ലാവരും സമന്മാരായിത്തീരുന്നു. ഏകോദര സഹോദരന്മാർ ഒന്നിച്ചിരുന്നാണ് ആഹാരം. കുടുംബങ്ങൾ കൂട്ടത്തോടെ പുതുവിശ്വാസികളായി മാറുന്നു. വിശ്വാസം സംരക്ഷിക്കാൻ അവരെന്തും ചെയ്യും, ജീവൻ നൽകിയും വിശ്വാസം സംരക്ഷിക്കും. മനുഷ്യരെയെല്ലാം സ്നേഹിക്കണമെന്നാണ് അവർ ഉപദേശിക്കുന്നത്. അവർ പരലോകത്തെപ്പറ്റി പറയുന്നു, നന്മ ചെയ്തവർക്ക് സ്വർഗം കിട്ടും, തിന്മ ചെയ്തവർക്ക് നരകം. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും അവർ പരസ്പരം ഉപദേശിക്കുന്നു. എല്ലാവരും ഉപദേശം നൽകുന്നവർ, എല്ലാവരും ഉപദേശം സ്വീകരിക്കുന്നവർ, ഇതവരുടെ രീതി. സമൂഹത്തിന്റെ താഴേത്തട്ടിൽ കിടന്നവർ ഇപ്പോഴിതാ ശക്തരായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിവിധ വിഭാഗങ്ങളിലായി കിടന്നവർ ഇപ്പോഴിതാ ഒറ്റക്കെട്ടായിരിക്കുന്നു. അവരുടെ ഐക്യം ഭദ്രതയാണ്. അവർ കൂട്ടം ചേർന്ന് നിസ്കരിക്കുന്നത് കാണാനെന്ത് ഭംഗിയാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നവർക്ക് പരമശക്തൻ ദൈവമാണ്, പരമകാരുണികനും ദൈവം തന്നെ. ഇന്നലെ വരെ അവർക്കതെല്ലാം രാജാവായിരുന്നു. രാജാവല്ലാത്ത ഒരു ശക്തനെയും ഒരു കാരുണികനെയും അവർക്ക് പരിചയമില്ലായിരുന്നു. അവർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊടുത്തത് ബാദ്ഷയാണ്. അതുതന്നെയാണ് വലിയ കുറ്റം. ബലം പ്രയോഗിച്ചു തന്നെ ഇത് തടയണം വേണ്ടി വന്നാൽ യുദ്ധം. രാജാവ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. രാജാവ് വീണ്ടും വീണ്ടും ബാദ്ഷാക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. നാട് വിട്ടുപോവുക, അല്ലെങ്കിൽ നശിക്കാൻ തയ്യാറാവുക, ഇതായിരുന്നു സന്ദേശം. ബാദ്ഷാ അങ്ങോട്ടും സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. അവയെല്ലാം ഉപദേശങ്ങളായിരുന്നു, ഏകനായ റബ്ബിലേക്കുള്ള ക്ഷണം. ഓരോ ക്ഷണവും രാജാവിനെ കോപാകുലനാക്കി. ഒരു വെള്ളിയാഴ്ച ദിവസം വിശാലമായൊരു മൈതാനിയിൽ മുസ്ലിങ്ങൾ ഒരുമിച്ചുകൂടി ഖുതുബയും ജുമുഅയും നിർവഹിക്കേണ്ട ദിവസം. കുറച്ചുനാളുകളായി സാമൂഹിക വിരുദ്ധർ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ തെറിവിളിക്കും, കല്ലേറും നടത്തും. മുസ്ലിങ്ങൾ ഒഴിഞ്ഞുമാറിക്കളയും, ക്ഷമിക്കും. ഇന്ന് രാജാവ് തന്നെ നേരിട്ടു എത്തിയിരിക്കുകയാണ്. തന്റെ പ്രജകളായ മുസ്ലിങ്ങളോടാണ് രാജാവ് സംസാരിച്ചത്. എന്റെ പ്രജകളെ, നിങ്ങൾക്കെന്ത് പറ്റിപ്പോയി? എവിടെ നിന്നോ വന്ന ഈ മനുഷ്യനെ നിങ്ങളെന്തിനു വിശ്വസിച്ചു? നിങ്ങൾക്കൊരു മതമില്ലേ? സംസ്കാരമില്ലേ? നിങ്ങളെ അവയെല്ലാം കൈവിട്ട് ഈ വിദേശി പറയും പോലെ ജീവിക്കുകയാണോ? പഴയ ആചാരങ്ങളിലേക്ക് മടങ്ങിവരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരു പ്രതികരണവുമില്ല. അവർ ഖുതുബ ശ്രദ്ധിക്കുകയാണ്. ഖുതുബയ്ക്ക് ശേഷം ഇഖാമത്ത് കൊടുത്തു. ജുമുഅ നിസ്കാരം തുടങ്ങി. അടിക്കട ധിക്കാരികളെ, രാജാവ് ക്രോധത്തോടെ വിളിച്ചു പറഞ്ഞു. ദുഷ്ടന്മാർ മുസ്ലിങ്ങളുടെ മേൽച്ചാടി വീണു. ഇടിയും തൊഴിയും തുടങ്ങി. എല്ലാം സഹിച്ചുകൊണ്ടവർ നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരശേഷം മുസ്ലിങ്ങൾ ശത്രുക്കളെ പ്രതിരോധിച്ചു. മെല്ലെ ഏറ്റുമുട്ടൽ അവസാനിച്ചു. രാജാവും കൂട്ടരും മടങ്ങി. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് ചികിത്സ നൽകി. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ അനുയായികൾക്ക് ഹൃദയസ്പർശിയായ ഉപദേശം നൽകി. സഹോദരങ്ങളെ, നാം മുഅ്മിനീങ്ങളാണ്. പരലോക വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോകജീവിതം പരീക്ഷണമാണ്. പരീക്ഷണങ്ങളിൽ വിജയിക്കണം. നാം ഒരു യുദ്ധത്തിന്റെ മുമ്പിലാണിപ്പോൾ. ഏതു സമയത്തും യുദ്ധം തുടങ്ങാം. നാം യുദ്ധത്തിന് സന്നദ്ധരാവുക. യുദ്ധപരിശീലനം തുടങ്ങണം. യുദ്ധത്തിൽ വീരരക്തസാക്ഷിയാവുക സമുന്നത പദവിയാണ്. നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും, സംശയം വേണ്ട. പിന്നെ താമസമുണ്ടായില്ല. ആയുധപരിശീലനം തുടങ്ങി. യുദ്ധസാമഗ്രികളുടെ ശേഖരണം. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നത് കാത്തിരിക്കുകയാണ്. ശത്രുശക്തി അതിശക്തമാണ്. ശത്രുനിര. ഈമാന്റെ കരുത്തുമായി മുസ്ലിങ്ങളും തയ്യാറെടുപ്പു തുടങ്ങി. ഒരു പ്രഭാതത്തിൽ രാജാവിന്റെ ശക്തമായ സൈന്യം മുസ്ലിങ്ങൾക്കുനേരെ കുതിച്ചുചെന്നു. മുസ്ലിം സൈന്യം പ്രതിരോധനിര തീർത്തു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തന്റെ അനുയായികൾ യുദ്ധയന്ത്രങ്ങളും യുദ്ധമര്യാദകളും പഠിപ്പിച്ചുകൊടുത്തിരുന്നു. അതെല്ലാം പാലിച്ചുകൊണ്ടാണവർ യുദ്ധം ചെയ്യുന്നത്. ബാദ്ഷവാൾ ചുഴറ്റിക്കൊണ്ട് ശത്രുനിരയിലേക്ക് തുളച്ചുകയറി. നിരവധി പേർ ജീവൻ പൊലിഞ്ഞു. സമയം നീണ്ടുപോയി. യുദ്ധത്തിന്റെ ശൗര്യം കൂടി. മനുഷ്യരക്തം പരന്നൊഴുകി. ബാദ്ഷാ രാജാവിന്റെ മുന്നിലെത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. രാജാവേ, ഇനിയും മനുഷ്യരെ വെട്ടിനശിപ്പിക്കണോ? യുദ്ധം നിർത്തുക. നമുക്ക് സംഭാഷണം നടത്താം. കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. നിരപരാധികളായ മനുഷ്യരെ കൊന്നു തീർക്കരുത്. യുദ്ധം നിർത്തുന്നില്ല. നിന്നെ വകവരുത്തിയിട്ടേ യുദ്ധം നിർത്തുകയുള്ളൂ. യുദ്ധം ശക്തി പ്രാപിച്ചു. ബാദ്ഷയും രാജാവും ഏറ്റുമുട്ടി. രാജാവ് വെട്ടേറ്റു. വീണു യോദ്ധാക്കൾ അമ്പരന്നു. രാജാവ് വീണു കഴിഞ്ഞു. ഇനിയെന്തു യുദ്ധം? ശത്രുക്കൾ കൂട്ടത്തോടെ ഓടിപ്പോയി. യുദ്ധം അവസാനിച്ചു. ബാദ്ഷാക്ക് അല്ലാഹു വിജയം നൽകി. സിന്ധിൽ മുസ്ലിങ്ങളുടെ ഭരണം വന്നു. ധാരാളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഓരോ ഗ്രാമത്തിലും പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. കുട്ടികൾക്ക് മതതത്വങ്ങൾ പഠിപ്പിക്കാൻ ധാരാളം മദ്രസകൾ സ്ഥാപിച്ചു. ബാദ്ഷാക്ക് രാജ്യം ഭരിക്കണമെന്ന മോഹമൊന്നും ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ അതിന് നിർബന്ധിതനായിത്തീർന്നിരിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുന്നു. സിന്ധിൽ നിന്ന് ഏകദൈവ വിശ്വാസ പ്രചാരണത്തിനുവേണ്ടി ഗുജറാത്തിലേക്ക് പോവാൻ ബാദ്ഷ തീരുമാനിച്ചു. സിന്ധ് ഭരിക്കാൻ ചിലരെ ചുമതലപ്പെടുത്തിയ ശേഷം ബാദ്ഷ ഗുജറാത്തിലെത്തി കൂടെയുള്ളവരെ ചെറുസംഘങ്ങളാക്കി തിരിച്ചു ഗ്രാമങ്ങളിലേക്കയച്ചു. സിന്ധിലെ വിശേഷങ്ങളെല്ലാം ഗുജറാത്തിൽ അറിഞ്ഞുകഴിഞ്ഞിരുന്നു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷ ഗുജറാത്ത് ജനതയോട് സുദീർഘമായി സംസാരിച്ചു. ഗുജറാത്തിലെ പ്രിയ സഹോദരന്മാരെ, ഈ ലോകം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അള്ളാഹു കൃപാലുവാണ്, ദയാപരനാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഭൂമിയിൽ കാണുന്ന വൻ വൃക്ഷങ്ങളും കല്ലുകളും വന്യമൃഗങ്ങളും പാമ്പുകളും പക്ഷികളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളിൽ ഒന്നിനെയും ആരാധിക്കരുത്. ആരാധ്യൻ അള്ളാഹു മാത്രം, അവനെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. മനുഷ്യരെല്ലാം സഹോദരന്മാരാണ്. ഇവിടെ ധാരാളം അടിമകളെ കാണുന്നു. അടിമകൾ അടിച്ചമർത്തപ്പെടുന്നു. അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും അടിമകൾക്ക് ലഭിക്കുന്നില്ല. അടിമകൾ പകലന്തിയോളം പണിയെടുക്കണം. കൂലിയില്ല. അവരുടെ വിയർപ്പിന്റെ വില ഉന്നതന്മാർ തട്ടിയെടുക്കുന്നു. ഇത് ചൂഷണമാണ്. ഇതവസാനിപ്പിക്കണം. അള്ളാഹു ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളാകുന്നു. മനുഷ്യസ്നേഹത്തിന്റെ മഹത്വം പഠിപ്പിച്ച മഹാനായിരുന്നു അന്ത്യപ്രവാചകൻ. ആ പ്രവാചകരുടെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങളെ കാണാനെത്തിയത്. പ്രിയ സഹോദരന്മാരെ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് അവന്റെ ദൂതനാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ബാദ്ഷ അവരുടെ സംസാരം ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ആ വാക്കുകൾ ഓരോന്നും അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അവരുടെ കൽബിൽ ഈമാന്റെ തിളക്കമുണ്ടായി. അനേകമാളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതോടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അടിമകളും ഉന്നതന്മാരും ഒന്നായി. എല്ലാവരും സഹോദരങ്ങൾ. സാഹോദര്യവും സമഭാവനയും അവർക്കിടയിൽ വളർന്നുവന്നു. അവർ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷായുടെ കൈപിടിച്ചു പ്രതിജ്ഞയെടുത്തു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. അള്ളാഹു നിരോധിച്ചതിൽ നിന്നെല്ലാം ഞങ്ങൾ അകന്നു നിന്നുകൊള്ളാം. മഹത്തായ ബൈഅത്ത്. ഇബ്രാഹിം ബാദ്ഷായുടെ അനുയായികൾ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചു. അവർ തൗഹീദിന്റെ വെളിച്ചം ഗ്രാമീണ ജനങ്ങൾക്കെത്തിച്ചുകൊടുത്തു. ധാരാളം ആളുകൾ ആ സന്ദേശം സ്വീകരിച്ചു. മനുഷ്യരെ അടക്കി ഭരിച്ചിരുന്ന ധിക്കാരിയായ അവിടുത്തെ രാജാവ് ഇതൊന്നും സഹിച്ചില്ല. നാട് വിട്ടുപോവാൻ ബാദ്ഷയോടാവശ്യപ്പെട്ടു. തന്റെ ദൗത്യത്തെക്കുറിച്ച് രാജാവിനെ അറിയിച്ചു. രാജാവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യില്ലെന്നും യാതൊരു പദവിയും തനിക്ക് വേണ്ടെന്നും ബാദ്ഷ അറിയിച്ചു. ബാദ്ഷ പലതവണ രാജാവിനെ ഉപദേശിച്ചു. ഒന്നും ഫലം ചെയ്തില്ല. ധിക്കാരിയായ രാജാവ് ബലപ്രയോഗത്തിന് തന്നെ തയ്യാറായി. ഒരു യുദ്ധം അനിവാര്യമായിത്തീർന്നു. യുദ്ധം തുടങ്ങി. മുസ്ലിം സൈന്യം ധീരമായി പോരാടി വിജയം വരിച്ചു. രാജാവിന്റെ കുടുംബാംഗങ്ങളിൽ പലരും ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി ഇസ്ലാം മതം സ്വീകരിച്ചു. രാജാവിന്റെ സഹോദരനെ ഭരണാധികാരിയായി നിയോഗിച്ചു. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ധാരാളം മസ്ജിദുകളും മദ്രസകളും ഉയർന്നുവന്നു. ഇസ്ലാമിക പഠനത്തിന് മികച്ച സൗകര്യങ്ങളുണ്ടായി. മതചിട്ടയോടെ ജീവിക്കുന്ന മുസ്ലിം ജനത അവരെ നയിക്കാൻ മതപണ്ഡിതന്മാരെ നിയോഗിച്ചു. ഇതിനിടയിൽ 2 വർഷങ്ങൾ കടന്നുപോയി. കാര്യങ്ങൾ ഇനി മുറപോലെ നടക്കും. ഉന്നത നിലവാരമുള്ള പണ്ഡിതന്മാർ തദ്ദേശീയരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർ ജനങ്ങളെ നയിക്കും. അതിനുള്ള സംവിധാനങ്ങളായി ഇനി സിന്ധിലേക്ക് മടങ്ങാം. വാർത്ത കേട്ട് ഗുജറാത്ത് ജനത ഞെട്ടിപ്പോയി. ഇസ്ലാം മതം സ്വീകരിച്ചവർക്കും അല്ലാത്തവർക്കും ബാദ്ഷയുടെ സാന്നിധ്യം അനുഗ്രഹമായിരുന്നു. ദീർഘകാലം ബാദ്ഷ തങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് അവർ കരുതിയത്. മനുഷ്യസ്നേഹത്തിന്റെ മഹാസാഗരം അത് നീങ്ങിപ്പോവുകയോ? സഹിക്കാനാവുന്നില്ല എല്ലാവർക്കും ദുഃഖം. എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി. കുട്ടികളും സ്ത്രീകളും പൊട്ടിക്കരഞ്ഞു. സിന്ധിലേക്ക് മടങ്ങുന്നു. അവിടെ നിന്ന് മദീനയിലേക്ക് പോവും. എങ്ങനെ സഹിക്കും ഈ വേർപാടിന്റെ ദുഃഖം? വിടവാങ്ങൽ പ്രസംഗം. മനുഷ്യ മനസ്സുകളെ കോരിത്തരിപ്പിച്ചു വാക്കുകൾ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഇരുട്ടത്തുള്ള മനസ്സുകൾക്ക് വെളിച്ചം നൽകിയില്ലേ? അള്ളാഹുവിലേക്കുള്ള മാർഗം കണ്ടെത്താനായില്ലേ? അതിലൂടെ മുന്നേറുക, ദുആ ചെയ്യുക. വിടവാങ്ങൽ പ്രാർത്ഥന. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷ തങ്ങൾ പ്രാർത്ഥന നടത്തി. ജനങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു കൂട്ടക്കരച്ചിലിന്റെ ഈണത്തിലായി. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷ തങ്ങളില്ലാത്ത ഗുജറാത്ത് ആളുകൾക്കതോർക്കാൻ വയ്യ. മഹാന്റെ പ്രതിനിധികൾ, അദ്ദേഹത്തിന്റെയും കൂട്ടുകാരുടെയും സാന്നിധ്യം വലിയ അനുഗ്രഹമായി കരുതി സിന്ധിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. ബാദ്ഷാ വരികയാണ്. ആവേശകരമായ സ്വീകരണം നൽകുന്ന ഓരോ വീട്ടിലും അലയടിക്കുന്നു. ഗുജറാത്ത് വിടുന്നതിനു മുമ്പ് അവിടത്തെ മുസ്ലിങ്ങൾക്ക് ഒരു നായകനെ തെരഞ്ഞെടുത്തുകൊടുത്തു. രാജകുടുംബാംഗമായ അലി ജനാബ് ഇന്ദ്രത് സിംഗ് അദ്ദേഹത്തിന്റെ പഴയ പേരാണ്. ഇന്ദ്രത് സിംഗ് ബാദ്ഷായിൽ നിന്ന് ഇസ്ലാം മതം കേട്ടു പഠിച്ചു. ബാദ്ഷായുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു. അതാണ് ഇന്ദ്രത് സിംഗ് പഠിച്ചത്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. ബാദ്ഷാ ജനങ്ങളോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു: സഹോദരന്മാരെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നന്നായറിയാം.
നിങ്ങളെ നയിക്കാൻ വേണ്ട കഴിവുകൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വിശാല മനസ്കനാണ്, രാജകുടുംബാംഗമാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ നായകനായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഉച്ചത്തിൽ തക്ബീർ ധ്വനികളുയർന്നു. പ്രസംഗവും ദുആയും കഴിഞ്ഞു. പരസ്പരം ദുആ വസിയ്യത്ത് ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ കുതിരപ്പുറത്ത് കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലി. ജനങ്ങൾ കണ്ണീരോടെ സലാം മടക്കി. കുതിര മുൻപോട്ട് കുതിച്ചു. യാത്രാസംഘം പിന്നാലെ നീങ്ങി. അകന്നുപോകുന്ന സംഘത്തെ ജനങ്ങൾ നോക്കിനിന്നു. അവർക്ക് കരച്ചിലടക്കാനായില്ല. ഇനിയൊരു മടക്കമുണ്ടോ? കണ്ടുമുട്ടലുണ്ടോ? അവരുടെ കൽബിൽ ചോദ്യങ്ങൾ നിറഞ്ഞുവന്നു. കുറേക്കാലം കഴിഞ്ഞ് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷായും സംഘവും സിന്ധിൽ തിരിച്ചെത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.